മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ കൂടുതൽ പേരും ഉത്തരം നൽകുക മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊക്കെയായിരിക്കും. എന്നാൽ ഇവരിലും നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം നടീനടന്മാർ മലയാള സിനിമയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും ഈ അഭിനേതാക്കളുടെ പ്രാഗൽഭ്യവും നീണ്ട നിരയുമാണ്. മറ്റൊരു ഇന്ത്യൻ ഭാഷാ സിനിമയിലും ഇത്രയധികം അഭിനയ പാടവമുള്ള നടന്മാരെ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ഒക്കെ കഥാപാത്രമായി മാറാനുള്ള കഴിവ് ഇവരിലുണ്ട്. പല കഥാപാത്രങ്ങളിലൂടെയും പലകുറി ഇവർ അത് തെളിയിച്ചിട്ടുമുണ്ട്. മലയാള സിനിമയുടെ വാണിജ്യ സാധ്യതകൾ മമ്മൂട്ടിയിലൂടെയും മോഹൻലാലിലൂടെയും കൈവരിച്ചു പോന്നപ്പോൾ സിനിമയുടെ നിലവാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ മുകളിൽ പറഞ്ഞ അഭിനേതാക്കളുടെ ശ്രമഫലം എടുത്തു പറയേണ്ടതാണ്. വിലമതിക്കാനാവാത്ത അഭിനയസിദ്ധി കൊണ്ട് സമ്പന്നരായ ഈ കലാകാരന്മാരെ മലയാള സിനിമ വേണ്ടുവോളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കഴിവുകളെക്കുറിച്ച് മതിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. മലയാള സിനിമയെ ഈ ഒരു കൂട്ടം നടീനടന്മാർ അവരുടെ കഴിവുകൊണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഓരോരുത്തരും സിനിമയിലേക്ക് അഭിനയത്തിന്റെ ഒരു തനതായ സത്തയാണ് കൊണ്ടുവന്നത്. ഈ കലാകാരന്മാരുടെ കഥാപാത്രത്തിലേക്ക് ലയിക്കാനുള്ള കഴിവ് ഏറ്റവും മികച്ചതാണ്. ഇവരുടെ അഭിനയത്തിലെ സ്വാഭാവികതയും അനായാസമെന്ന് തോന്നലുണ്ടാക്കുന്ന സൂക്ഷ്മവുമായ പ്രകടനങ്ങളും ലോക സിനിമയ്ക്ക് തന്നെ നോക്കിക്കണ്ടു പഠിക്കാൻ ഉതകുന്നതാണ്. അമിതമായ നാടകീയതയോ അതിശയോക്തി കലർന്ന ആംഗ്യങ്ങളോ ആശ്രയിക്കാതെ ഇവർ വികാരങ്ങൾ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചു. ഇത് കഥാപാത്രങ്ങളെ അഗാധമായി കാണികളോട് അടുപ്പിച്ചു. തീവ്രമായ പിതൃരൂപങ്ങളിൽ നിന്ന് സങ്കീർണമായ വില്ലന്മാർ വരെ ഈ കലാകാരന്മാർ അവരുടെ ആധികാരികതയോടെ ചലച്ചിത്ര പ്രേമികളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഇനി വരുന്ന തലമുറകളിൽ സൂപ്പർ സ്റ്റാർ പോലുള്ള ആലങ്കാരികത നായക നടന്മാരുടെ ചുമലിൽ ചാർത്തുന്നത് അവസാനിപ്പിക്കുകയും എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ തലമുറയിലും മികച്ച നായകന്മാർ അല്ലാത്ത അഭിനേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് മലയാള സിനിമയുടെ ആഘോഷിക്കപ്പെടേണ്ട ശ്രേഷ്ഠതയാണ്. ഞങ്ങൾ ഈ വീഡിയോയിൽ ചുരുക്കം ചിലരെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിലും ഒരുപാടധികം പേർ മലയാള സിനിമയ്ക്ക് വലിയ അഭിനയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വരുന്നവരുടെ പേരുകൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.